വനം വകുപ്പിന്റെ മാഞ്ചിയം പ്ലാന്റേഷന് തീപിടിച്ചിരിക്കുന്നു. ആനവട്ടച്ചിറയിലുള്ള മാഞ്ചിയം പ്ലാന്റേഷനിലേക്ക് കൂടി ഇപ്പോൾ തീപിടുത്തം എന്നാണ് ആർ അരുൺരാജ് അറിയിക്കുന്നത്. അല്പസമയത്തിനകം അതിന്റെ വിശദാംശങ്ങളിലേക്ക് എത്താം. കൊല്ലം കുളത്തൂപ്പുഴയിൽ ഓയിൽ പാം ഇന്ത്യ അവരുടെ എണ്ണപ്പന തോട്ടത്തിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ആർ അരുൺരാജ് വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. അരുൺ, ഈ വനം വകുപ്പിന്റെ മാഞ്ചിയം പ്ലാന്റേഷനിലേക്ക് കൂടി തീ പടർന്നോ? ഉന്മേഷ്, ഈ വനംവകുപ്പിന്റെ മാഞ്ചിയം പ്ലാന്റേഷനിലാണ് ഇപ്പോൾ നിലവിൽ തീ പടർന്നിട്ടുള്ളത്. ആനവട്ടച്ചിറയിലുള്ള, അതായത് ഈ ഭാഗത്ത് നിന്ന് 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള മാഞ്ചിയം പ്ലാന്റേഷൻ, ഞാൻ നേരത്തെ ആശങ്കയായി തന്നെ സൂചിപ്പിച്ച ആ ഭാഗത്തേക്ക് ഇപ്പോൾ തീ എത്തിയിട്ടുണ്ട്. അതിന്റെ മറുവശത്തുള്ള കാഴ്ചയാണ് നമ്മൾ മുമ്പേ കണ്ടത്. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഈ പ്ലാന്റേഷനിലേക്കടക്കം, സമീപത്തെ പ്ലാന്റേഷനിലേക്കടക്കം തീ എത്താനുള്ള സാധ്യത അത് മിനിറ്റുകൾ മാത്രം മതി, അത് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു എന്ന കാര്യം നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ ഒടുവിലായി ആ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിവരം, ഈ മാഞ്ചിയം പ്ലാന്റേഷനിൽ കൂടി തീ പടർന്നിട്ടുണ്ട്. ഈ പ്ലാന്റേഷനിലെ പല മരങ്ങൾക്കും തീ പിടിച്ചു എന്നുള്ളതാണ് ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഈ ഭാഗത്തേക്ക് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ പ്രത്യേക സംഘം ഇപ്പോൾ എത്തുന്നുണ്ട്. കാരണം ഇവിടെയുള്ള യൂണിറ്റുകൾ തന്നെയാണ് അവിടേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത്. പക്ഷേ അപ്പോഴും അവർ ഒരു ഭാഗത്ത് അണയ്ക്കുമ്പോൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന്റെ മറുകരയിൽ നമ്മൾ നേരത്തെ കാണിച്ച ആ ദൃശ്യങ്ങളിൽ തീ ഇങ്ങനെ ആളിപ്പടരുകയാണ്. നമുക്ക് അവിടേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമായതുകൊണ്ടാണ് ഉന്മേഷ്, ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തിൽ തീ ഇങ്ങനെ സർവനാശം വിതച്ച് കടന്നുപോയിരിക്കുന്നു. മരങ്ങളിലേക്കടക്കം തീ പടർന്നിട്ടുണ്ട്. ആ മലഞ്ചെരിവ് പൂർണ്ണമായും കത്തി നശിച്ചു. അവിടെ ഇപ്പോൾ ഈ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ നേരത്തെ എത്തിയതാണ്. അതിന്റെ മറുകരയിൽ അത് കാടാണ്. ആ കാട്ടിലേക്കടക്കം തീ പടർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. പക്ഷേ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് അവിടെ വേണ്ട പ്രിക്കോഷൻസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്, അതിനുള്ള സ്റ്റെപ്സ് ഞങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയതാണ് എന്നുള്ളതാണ്. പക്ഷേ അത് എത്രത്തോളം ഫലപ്രദമാണ്, അത് എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം ഈ കാറ്റിന്റെ ദിശ, കാറ്റിന്റെ വേഗത അത് അനുദിനം നിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഈ ദൃശ്യങ്ങൾ കൂടി ആ കാറ്റിന്റെ വേഗതയ്ക്കനുസരിച്ച് ഈ തീ ഇങ്ങനെ പടർന്ന് പടരുന്നതിന്റെ ഒരു വേഗത അത് കൂടുതൽ വ്യാപിക്കുന്നു. അവിടേക്ക് ഇപ്പോൾ ഉദ്യോഗസ്ഥരടക്കം എത്തിക്കൊണ്ട് തീയണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ എത്തുന്ന ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ആകെയുള്ളത് മരച്ചില്ലകൾ മാത്രമാണ്. ഈ മരച്ചില്ലകൾ കൊണ്ട് തീയണയ്ക്കേണ്ട ഗതികേടിലാണ് നിലവിൽ ഈ മേഖലയിലുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും. അവിടേക്ക് ജലമെത്തിക്കാൻ കഴിയില്ല, അവിടേക്ക് ഫയർഫോഴ്സിന്റെ വാഹനം എത്തിച്ചുകൊണ്ട് തീയണയ്ക്കാനുള്ള സാഹചര്യവും സംവിധാനവും നിലവിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ പ്രദേശം പൂർണ്ണമായും കത്തിനശിച്ച് ഈ ചുമന്ന ഒരു ദൃശ്യം അത് പ്രേക്ഷകർക്ക് ഒരുപക്ഷെ കാണാൻ കഴിയുമായിരിക്കും. ചുവന്ന അടയാളം മുകളിൽ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കാണുന്നത്, അതിന്റെ മറുകരയ്ക്കെല്ലാം തീ ഇങ്ങനെ പടർന്നു പന്തലിക്കുന്നത് കൊണ്ടാണ് ഓരോ മരങ്ങളിലും തീ ഇങ്ങനെ വ്യാപിക്കുന്നുണ്ട്. നമുക്ക് മറ്റൊരു ദൃശ്യം കൂടി കാണിക്കാം. ഇത് താഴ്ചയിലേക്കുള്ള നമ്മളായി കയറി വന്ന ഭാഗമാണ്. ഇവിടെ എത്രത്തോളം ഭാഗത്ത് ഇങ്ങനെ കത്തി നശിച്ചു എന്നുള്ളതാണ്. മരങ്ങളിലേക്കടക്കം ഇപ്പോഴും തീ പിടിക്കുന്നു. അങ്ങനെ ദൂരെ പൊട്ടുപോലെ, നമ്മൾ ചില സമയത്ത് പറയുന്നുണ്ട് അങ്ങ് ദൂരെ ഒരു ചെറിയ പൊട്ടുപോലെ ഭിന്നായം പോലെ കാണുന്നുവെന്ന്. ആ കാണുന്ന കാഴ്ചകളെല്ലാം, അത്ര ഉയരത്തിൽ കാണുന്ന കാഴ്ചകളെല്ലാം എണ്ണപ്പനയ്ക്കും മരങ്ങൾക്കും തീ പിടിക്കുന്നതാണ്. അങ്ങനെ ഓരോ പ്രദേശവും ഓരോ ഭാഗവും തീ ഇങ്ങനെ കവർന്ന് അതിന്റെ സംഹാരതാണ്ഡവമാടി കടന്നു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ ആ ഉദ്യോഗസ്ഥർ കയറിപ്പോയ ആ ഭാഗത്ത്, അത് വനാതിർത്തിയുടെ ഭാഗത്ത് തീ കൂടുതൽ വ്യാപിക്കുന്നു. ആ തീ കൂടുതൽ ഉയരത്തിലേക്ക് മാറുന്ന കാഴ്ച, ആ മരങ്ങളിലേക്ക് പിടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ പ്രദേശത്തെല്ലാം വലിയ തോതിൽ തീ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഈ വനാതിർത്തിയോട് കടന്നാൽ സ്വാഭാവികമായും വന്യമൃഗങ്ങളടക്കമുണ്ട്. അവിടേക്കടക്കം തീ പിടിച്ചാൽ, അത് ഈ വനാതിർത്തിയിൽ വനത്തിലേക്കടക്കം തീ വ്യാപിച്ചാൽ അത് കയ്യിൽ നിൽക്കില്ല. ഉദ്യോഗസ്ഥർ കരുതുന്ന പോലെയല്ല. കാരണം അത് നിയന്ത്രണ വിധേയമായി മാറും. കൂടുതൽ യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിക്കണം. അത് ഉദ്യോഗസ്ഥരടക്കം, ഈ നാട്ടുകാരടക്കം, ഓയിൽ ഫാമിലെ ജീവനക്കാരടക്കം തുടക്കം മുതൽ ആവർത്തിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഒരു 3 യൂണിറ്റ് ഫയർഫോഴ്സിനെ കൊണ്ടാണ് ഈ 20,000 ഏക്കർ സ്ഥലം വെള്ളം എത്തിക്കാനുള്ള ശ്രമം ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തുന്നത്? അത് ഇവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ കുഴപ്പമല്ല. എന്തുകൊണ്ടാണ് ഇപ്പോഴും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് എത്താത്തതെന്ന ചോദ്യത്തിന് ഉദ്യോഗസ്ഥർക്ക് പോലും മറുപടിയില്ല. എന്തായാലും വലിയ തോതിൽ തീ വ്യാപിച്ചു. പല മരങ്ങളും, വലിയ തോതിൽ പഴക്കമുള്ള മരങ്ങളടക്കം ഇപ്പോഴും കത്തി നശിച്ചു. അസഹനീയമായ ചൂട്, പുകയെല്ലാം അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. എന്തായാലും ഒരു ഭാഗം അത് പൂർണ്ണമായും കത്തി നശിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. കുറച്ചുകൂടി വ്യാപ്തിയിൽ ആ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന പുകയിൽ പോലും അത്ര തീനാളങ്ങളുടെ ആ വെളിച്ചം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അങ്ങനെ അന്തരീക്ഷത്തിൽ എമ്പാടും തീ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ് അതിവേഗം. കാറ്റിന്റെ ഒരു സ്വഭാവം കൂടി മാറിയാൽ അത് നമ്മൾ ഇതുവരെ കരുതുന്ന പോലെ
ആയിരിക്കില്ല. കൂടുതൽ ദുരന്തം അത് ഉണ്ടാക്കാൻ പോകുന്നതാണ്. ഏകയുള്ള ആശ്വാസം അത് ജനവാസ മേഖല. ശരി അരുൺ, ഏതായാലും ആശങ്കാജനകമാണ് തീപിടുത്തം. അരുൺ രാജാണ് കുളത്തൂപ്പുഴയിൽ വിവരങ്ങൾ നൽകിയത്.